വിജയിച്ചെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന് വാണിംഗ് എന്ന് കെ മുരളീധരൻ. ചേലക്കരയിൽ BJP-യുടെ വോട്ട് വർദ്ധിച്ചു. അറിയപ്പെടാത്ത സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും വയനാട്ടിൽ BJP കാര്യമായി നേട്ടമുണ്ടാക്കി. ഇത് രണ്ടും ഗൗരവതരമെന്ന് കെ മുരളീധരൻ 24-നോട്. 24 എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരത്ത് നിന്നും സലീം മാലിക് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. പാലക്കാട് കോൺഗ്രസ് തന്നെ പ്രതീക്ഷിച്ചതിനേക്കാൾ ഭൂരിപക്ഷം നേടി. അതേസമയം ചേലക്കരയിലാവട്ടെ ആ ഭൂരിപക്ഷം ഉണ്ടായതുമില്ല. മാത്രമല്ല പരാജയം ഉണ്ടാവുകയും ചെയ്തു. ചേലക്കരയായിരിക്കും ശരിക്കും ഭരണത്തിന്റെ വിലയിരുത്തൽ എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണ് ഒരു ദിവസത്തിനപ്പുറം അങ്ങയുടെ വിലയിരുത്തൽ? ചേലക്കരയിൽ നല്ല വർക്ക് ഇത്തവണ നടന്നിരുന്നു. ആ വർക്കിനനുസരിച്ച് റിസൾട്ട് ഉണ്ടായിട്ടില്ല. അത് ഞങ്ങൾ പരിശോധിക്കും. ഇത്രയും വോട്ടിൻ്റെ ഡിഫറൻസ് വരാനുള്ള സാധ്യതകൾ കാണുന്നില്ല. എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങൾക്കും അത് പരിഹരിക്കാനുള്ള കാര്യത്തിലും പ്രയോറിറ്റി നൽകും. ഈ വിജയത്തിനോടൊപ്പം തന്നെ വാണിംഗും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ചേലക്കരയിലൊരു വാണിംഗാണ്. മാത്രമല്ല ചേലക്കരയിൽ BJP-യുടെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ പാലക്കാട് തകർച്ചയുണ്ടായെങ്കിലും ചേലക്കരയിൽ അവരുടെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു അറിയപ്പെടാത്തൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും വയനാട്ടിൽ 1 ലക്ഷം വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടിനെയും ഞങ്ങൾ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത്. സംഘടനാപരമായി ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ തൃശ്ശൂരിലേതുൾപ്പെടെയുള്ള സംഘടനാ സംവിധാനത്തിൽ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ടോ? തൃശ്ശൂരിൽ സംഘടനാ സംവിധാനത്തിന് പാളിച്ചയുണ്ട്. അതുകൊണ്ടാണല്ലോ അവിടെ DCCയുടെ ചാർജ് ശ്രീകണ്ഠന് കൊടുത്തത്. പക്ഷേ ശ്രീകണ്ഠൻ അതിന് ഇഷ്ടം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നു. പക്ഷേ അതിൻ്റെ റിസൾട്ട് ഉണ്ടായിട്ടില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ചേലക്കര LDFിൻ്റെ കൂടെ നിന്നിട്ടില്ല. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറഞ്ഞാൽ അതിനോട് യോജിപ്പില്ല. കാരണം പാലക്കാട്ടെ UDFിൻ്റെ വൻ വിജയം ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കൂടെ ഭാഗമാണ്. പാലക്കാട് കേന്ദ്ര ഭരണത്തിൻ്റെ വിരുദ്ധ വികാരം ഉണ്ടായി, സംസ്ഥാന സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരമുണ്ടായി, പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി. ക്യാമറമാൻ സിറിൽ D. ലെസ്ലിക്കൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.